ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പുതിന ചമ്മന്തിയാണ് കേട്ടോ. നമ്മൾ ദോശൻ്റെ കൂടെയും ഇഡ്ഡലിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി പുതിന ചമ്മന്തിയാണ്. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പുതിനയിലൻ്റെ മണം ചിലർക്കൊന്നും ഇഷ്ടമാവില്ല. അപ്പോൾ പുതിനയിലൻ്റെ മണവും ആ ഒരു ചമ്മന്തിയൊക്കെ ഇഷ്ടമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് അറിയണ്ടേ കൂട്ടുകാർക്ക്? അതിനായിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പോൾ ഈ ഒരു പുതിന ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ്. പുതിനയില ചമ്മന്തി ഉണ്ടാക്കാനായിട്ടുള്ള ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ വേണ്ടത്. പുതിനയില ഒരു 3-4 തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള കാന്താരി മുളകാണ് വേണ്ടത്. അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം. പിന്നെ ഇതാ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ്, ഒരല്ലിയേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം ഞാനിവിടെ പുളി എടുത്തിട്ടുണ്ട്, വാളംപുളിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ് കേട്ടോ. കുഞ്ഞു സവോള ആയതുകൊണ്ട് തന്നെ ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. ഇനി ഇതിനെ നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, പുതിന ചമ്മന്തി അരയ്ക്കാനായിട്ടുള്ള ഐറ്റംസ് എല്ലാം അവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുതിന ഇലയൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പുളിയൊക്കെ നമ്മൾ തോടൊക്കെ കളഞ്ഞ് ഒന്ന് പൊട്ടിച്ചെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അരമുടി തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സവോള എടുത്തിട്ടുണ്ട്, അത് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു അല്ലി, അതും നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് നന്നായി അരച്ചിട്ട് വരാം. അപ്പോൾ കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളം ഒട്ടും ചേർക്കാതെ അരച്ചെടുത്ത് പുതിന ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കിടിലൻ ടേസ്റ്റി പുതിന ചമ്മന്തി നമ്മൾ മിക്സി ജാറിൽ നിന്ന് നമ്മുടെ ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പുതിന ചമ്മന്തിയാണ് കേട്ടോ. ഒരു പുതിന ഇലൻ്റെ മണവും ടേസ്റ്റും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഈ ഒരു ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.